ഒരിക്കലും ഒരു കുട്ടി ദൈവത്തോട് ചോദിക്കുകയാണ്, ഈ ദൈവത്തിന് എത്രമാത്രം വലിപ്പമുണ്ട്? മുകളിലൂടെ പോകുന്ന വിമാനത്തെ കാണിച്ചിട്ട് അപ്പൻ പറയാണ്, അവൻ്റെ വിമാനത്തിന് എത്രയും വലിപ്പമുണ്ട്. അവനിങ്ങനെ നോക്കിയിട്ട് പറയുന്നത് ഇത്രേ ഉള്ളല്ലോ. കുറച്ച് നാളുകൾക്ക് ശേഷം അപ്പൻ അവൻ്റെ വിമാനത്താവളത്തിൽ കൊണ്ടുപോയി. എന്നിട്ട് ദൂരെ വിമാനം ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചു, ഇപ്പോൾ ഈ വിമാനത്തിന് എത്ര വലിപ്പമുണ്ട്? പറഞ്ഞു, ഇത് വളരെ വലുതാണ്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അപ്പൻ ഇവനെ വിമാനത്തിൻ്റെ അകത്ത് കയറ്റി. എന്നിട്ട് അവനോട് ചോദിച്ചു, ഇപ്പോൾ ഈ വിമാനത്തിന് എത്ര വലിപ്പമുണ്ട്? അവൻ പറഞ്ഞു, എൻ്റെ അപ്പ ഇത് വളരെ വലുതാണ്. അവൻ പറഞ്ഞു, അവനെ ഇതുപോലെ തന്നെയാണ്. നമ്മൾ എത്രമാത്രം ദൈവത്തോട് അടുക്കുന്നു അത്രമാത്രം ദൈവത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാകും. നമ്മൾ എത്രമാത്രം ദൈവത്തോട് അകലുന്നു അത്രമാത്രം ദൈവത്തിൻ്റെ വലിപ്പം കുറഞ്ഞിരിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. നിങ്ങൾ വ്യർത്ഥമായിട്ട് എന്നെ ആരാധിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ വെറും അധര വ്യായാമമായിട്ട് മാറുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലൊക്കെ വരാവുന്ന ഒരു അപകടമാണ്. ഓർക്കുക, ഹൃദയം കൊടുക്കാതെയുള്ള പ്രാർത്ഥനകൾ, വ്യർത്ഥമായിട്ടും അലസമായിട്ടും നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ദൂരം വർദ്ധിപ്പിക്കുന്നുണ്ട്. വിമാനത്തിൻ്റെ കേസ് ഓർക്കുക, കുറേ ദൂരെ പോയി കഴിഞ്ഞാൽ പിന്നെ വിമാനത്തെ കാണാൻ പോലും പറ്റിയെന്നിരിക്കില്ല. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്ന വാക്കുകളുണ്ട്, വ്യർത്ഥമായിട്ടും അലസമായിട്ടും നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളെക്കാൾ ദൈവത്തിന് ഇഷ്ടം പട്ടിയുടെ പുരയാണ് എന്നുള്ളത്. ഒന്ന് പരിശോധിച്ച് നോക്കി, നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ വേളകളും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളൊക്കെ എങ്ങനെയുള്ളതാണ്? നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒരു അധര വ്യായാമമായിട്ട് മാത്രം മാറിപ്പോകരുത്. കുറച്ചും കൂടിയൊക്കെ ആത്മാർത്ഥതയോടെ, കുറച്ചും കൂടി ശ്രദ്ധയോടെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ പരിശ്രമിച്ചാലോ.